ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ ഒരു പ്രൊമോ നമുക്ക് കേട്ടാലോ. ഇന്ന് ടൈം അല്പം വൈകിപ്പോയിട്ടോ, കുറച്ച് ചില പേഴ്സണൽ ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് കേട്ടോ. നമ്മുടെ സമയം 8 മണി 8:30 എന്നുള്ളത് മാറി ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആദ്യം തന്നെ അത് തന്നെ ക്ഷമ ചോദിക്കാനാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും, അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ആരും മറന്നു പോകല്ലേ. നമ്മുടെ സുധീഷ് തൻ്റെ മനസ്സിലുള്ള എല്ലാ സത്യങ്ങളും, തൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നിധിയോട് തുറന്ന് പറയുന്ന നിമിഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അത് പറയാനായിട്ടുള്ള ധൈര്യം നമ്മുടെ സുധീഷിന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ധൈര്യമൊന്നുമില്ല. പക്ഷേ സുധീഷ് ഓരോ ഘട്ടങ്ങളായിട്ട്, അതായത് ആദ്യമായിട്ട് നിധിയെ കണ്ടുമുട്ടിയതും, നിധിയെ കണ്ടുമുട്ടി പിന്നെ നിധിയുടെ വീട്ടിൽ ഡ്രൈവറായിട്ട് വരുന്നു. അതിനുശേഷം പിന്നെ നിധിക്ക് ഒരു കല്യാണം സൂര്യയായിട്ടുള്ളത് വരുന്നു. ആ കല്യാണത്തിൽ നിന്നും മുടക്കി തരണമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വരുന്നതും. പക്ഷേ നിധിയെ കണ്ടുമുട്ടിയ നാൾ മുതൽ എൻ്റെ ഉള്ളിൽ നിധിയോടൊരു പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അത് പല നിമിത്തങ്ങൾ കാരണം ഇന്ന് ഈ രീതിയിൽ എത്തിപ്പറ്റി. ഇതൊക്കെ നിധി ഇങ്ങനെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിധിയുടെ മനസ്സിൽ സുധീഷിനെ കൊല്ലാനുള്ള, കടിച്ചു കീറി കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു. കാരണം ഇത്രയും കൂടെ നിന്നു എങ്കിലും സുധീഷ് തന്നോട് നല്ല രീതിക്ക് കുറേ കാര്യങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു വിഷമമാണ് നിധിയുടെ ഉള്ളിൽ. ആ സമയത്താണ് സുധീഷ് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് നമ്മുടെ നിധിയോട് പറയുന്നത്. അങ്ങനെ സുധീഷ് ഓരോന്നായിട്ട് പറയണം. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നതും, അതിനിടയിൽ ഇങ്ങനെ നമ്മുടെ താൻ പറഞ്ഞ് നടക്കും പോലെ തന്നോട് ഫേക്കായിട്ടുള്ളൊരു വിവാഹം. പക്ഷെ താൻ ഒരു കാര്യം ഓർക്കണം നിധി, താൻ ഓരോ പ്രാവശ്യം പറയാറുണ്ടല്ലോ, നമുക്ക് ഡൈവേഴ്സായിട്ട് രണ്ടുപേർക്കും പിന്നെ സ്വതന്ത്രമായിട്ട് നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളനുസരിച്ച് ജീവിക്കാമെന്ന്. പക്ഷേ എനിക്കൊരിക്കൽ പോലും അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നും ഭാര്യയായിട്ട് നിധി വേണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിധി ഇവിടെ നിന്ന് പലപ്പോഴും പോകാനായിട്ട് ശ്രമിച്ചപ്പോഴും ഒക്കെ ഞാൻ എൻ്റെ സ്വാർത്ഥത കൊണ്ടാണ്. നിധിക്ക് എന്നോട് ആ ഒരു സ്നേഹവും ഒരു ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഞാൻ നിധി അതിൽ ഒത്തിരി ഒരുപാട് ഞാൻ നിധിയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാണ്. ഇതെല്ലാം ഇങ്ങനെ നിധി കേട്ടുകൊണ്ട് നിൽക്കില്ല. അത് കഴിഞ്ഞിട്ട് സുധീഷ് പറയുന്നുണ്ട്, കോടതിയിൽ പോകുന്ന സമയത്തും എങ്ങനെയെങ്കിലും ഇത് നടക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് ഞാൻ പോകുന്നത്. താൻ ഇവിടെ നിന്ന് ഹോസ്റ്റലിൽ പോയി നിന്ന നിമിഷങ്ങൾ, ആ നിമിഷങ്ങളൊക്കെ ഞാൻ എങ്ങനെയാണ് തള്ളി നീക്കിയെന്നറിയാവോ. എനിക്ക് ഭ്രാന്ത് പിടിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നിധി ഇല്ലാണ്ട് എൻ്റെ ഈ ഒരു ചെറിയ വീട്ടിൽ വന്ന്, ഇത്രയും വലിയ വീട്ടിൽ ജനിച്ച് താൻ ഈ വീട്ടിൽ വന്ന് പൊരുത്തപ്പെട്ട് എല്ലാവരുമായിട്ട്, ഈ കുടുംബം തന്നെ നിധി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? എനിക്കോ അല്ലെങ്കിൽ സുഭാഷേനോ പോലും ഒരു കല്യാണം ഒരു മനുഷ്യർ പോലും കൊണ്ടുവരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ പെണ്ണുങ്ങൾ വാഴില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേരുദോഷം ഉണ്ടായിരുന്നത് മാറ്റിയെടുത്തതും നിധി കാരണമാണ്. നിധി വന്നതിൽ പിന്നെ ഞങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള ഒരു സ്നേഹം, അച്ഛനെയാണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ബഹുമാനിക്കാനെങ്കിലും ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ താൻ വന്നതിന് ശേഷമാണ്, ഈ കുടുംബമാക്കിയെടുത്തത് താൻ വന്നതിന് ശേഷമാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ. താൻ എൻ്റെ ജീവിതത്തിൽ എന്നും ഒപ്പം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി പറഞ്ഞു, സുധീഷിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ സുധീഷ് പറഞ്ഞു എന്ന് ചോദിച്ചു. താനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഇഷ്ടങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. തൻ്റെ മനസ്സിൽ താൻ എന്നെ എങ്ങനെയാണ് കാണുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്. ഇത് ഞാൻ പല പ്രാവശ്യം നിധിയോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ എനിക്കതിനുള്ള താൻ തിരിച്ചെങ്ങനെ റെസ്പോണ്ട് ചെയ്യും എന്നുള്ളൊരു ഭയപ്പാടായിരുന്നു എനിക്ക്. പക്ഷേ ഇന്ന് ആ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആ ധൈര്യം ഇല്ല. പക്ഷേ എങ്കിലും തന്നോട് ഇനിയെങ്കിലും ഇതെല്ലാം തുറന്ന് പറയണം എന്ന് മനസ്സിൽ കരുതി തന്നെയാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്നിങ്ങനെ നമ്മുടെ നിധിയോടടുത്ത് സുധീഷ് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നിധി ചോദിച്ചു, അതെ സുധീഷിനെ ഞാൻ ഏതർത്ഥത്തിലാണ് ഞാൻ സുധീഷിനെ സ്നേഹിക്കേണ്ടത്? എനിക്ക് നിങ്ങളോട് സ്നേഹം പോയിട്ട് ഒരംശം, ഒരു ദയവ് പോലും എനിക്ക് നിങ്ങളോട് തോന്നില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട്, നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഒരു ഫേക്ക് കല്യാണം ഉണ്ടാക്കി എൻ്റെ ജീവിതം നിങ്ങളുടെ ഈ വീട്ടിലിട്ട് അഴിച്ച് കളയാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ശ്രമിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ഇന്ന് ഗോപി സാറിനെ കാണാൻ പോയിരുന്നു, കോൺസ്റ്റബിൾ ഗോപി സാറിനെ. ഇതിന്
മുന്നേയും ഗോപി സാറിനെ കൊണ്ട് നിങ്ങൾ എൻ്റെ ഫോണിൽ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ അറിവോടുകൂടി ഇല്ലേ? നിങ്ങളത് നിഷേധിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും. അപ്പോൾ സുധീഷ് പറഞ്ഞു, അത് പിന്നെ നിധി വേണ്ട, നിങ്ങൾ എന്നോട് ഒന്നും പറയണ്ട, നിങ്ങൾ വെറും ഒരു ഫ്രോഡാണ്. അയ്യോ നിധി, അങ്ങനെയൊന്നും എന്നെ പറയില്ലേ. എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടില്ല എന്നല്ല, പക്ഷെ നിധിയോടുള്ള എൻ്റെ സ്നേഹം അത് ഫേക്കാണെന്ന് നിധി പറയരുത് പ്ലീസ്. എനിക്ക് എൻ്റെ മനസ്സിൽ മുഴുവൻ നിധി മാത്രമേ ഉള്ളൂ. മതി, തൻ്റെ അഭിനയവും തൻ്റെ ആക്ടിങ്ങും തൻ്റെ സംസാരവും എനിക്ക് വെറുപ്പാണ്. ഞാൻ ലോകത്ത് തന്നെപ്പോലുള്ളൊരു വൃത്തികെട്ടൊരു മനുഷ്യനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. തൻ്റെ കയ്യിൽ തനിക്കറിയാവോ, ഞാൻ തന്നോട് എത്ര പ്രാവശ്യം എൻ്റെ മനസ്സ് തുറന്ന് എൻ്റെ വിഷമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ആധാർ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ എത്ര ഹോസ്റ്റൽ കയറി ഇറങ്ങി എത്ര ഹോസ്റ്റലുകൾ നടന്നിട്ടുണ്ട്. ആ ഒരു ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് കൂടി ഓരോ ഹോസ്റ്റലും അല്ലെങ്കിൽ ഹോം സ്റ്റേ പോലുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ കൂടെ കയറി ഇറങ്ങി ഞാൻ പൊട്ടിക്കരഞ്ഞ നിമിഷങ്ങളുണ്ട്. എന്നിട്ട് കൂടി നിങ്ങൾക്കൊരു ദയവ് എന്നോട് തോന്നിയില്ല. ഞാൻ എന്നിട്ടും നിങ്ങളോട് ഞാൻ ചോദിച്ചായിരുന്നു, അതെ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ അതായത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ മാരേജ് നടന്ന സമയത്ത് എങ്ങനെയാണ് സുധീഷ് നമ്മുടെ കല്യാണം നടന്നത്, നമ്മുടെ ആധാർ കാർഡ് ഇല്ലാണ്ട് എങ്ങനെ നടക്കും? അങ്ങനെ ചോദിച്ചപ്പോൾ സുധീഷ് എൻ്റെ മുന്നിൽ കിടന്ന് ഉരുണ്ട് കളിച്ചു. ആ സമയത്ത് ഗോപി സാറ് പറഞ്ഞു, സുധീഷ് ആധാർ കാർഡിൻ്റെ ഫോട്ടോ അവിടെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു എന്ന്. സത്യം പറ, നിങ്ങൾ മനഃപൂർവ്വം എന്നെ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നിങ്ങൾ മനഃപൂർവ്വം ഈ ഒരു കല്യാണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തല്ലേ എന്ന് ചോദിക്കുന്നു. അല്ല നിധി, അല്ല, ഒരിക്കലും അല്ല. ഞാൻ അങ്ങനെ ഒരു സംഭവം, നിധി ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി നിധിനെ കൊണ്ട് ഇറങ്ങിയ സമയത്ത് നിധി സൂര്യ ഫോൺ ചെയ്ത സമയത്താണ് അവരറിയണത് നിധി വീട്ടിലില്ല എന്നുള്ളത്. അതിനെ തുടർന്നാണ് നിധിയുടെ അച്ഛനും ഏട്ടനും നമ്മളെ ഫോളോ ചെയ്ത് വന്ന് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഓടി കയറിയത് അവിടെ ആ പോലീസ് സ്റ്റേഷനിൽ. അതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണോ? എന്താ നിധി ഇങ്ങനെയൊക്കെ പറയണത്? നിധിക്കൊന്ന് ചിന്തിച്ചൂടെ? അപ്പോഴും നിധി പറഞ്ഞു, ശരി അതായിക്കോട്ടെ, പക്ഷെ ആധാർ കാർഡ് കയ്യിൽ വെച്ചിട്ടും സുധീഷ് ആധാർ കാർഡ് ഇല്ല എന്ന് എന്നോട് പറഞ്ഞതോ? അത് നിധി ഞാൻ പറഞ്ഞു, കാരണം നിധി വേറൊന്നുമില്ല. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, സുധീഷിൻ്റെ ഒരു ന്യായവും എനിക്ക് കേൾക്കണ്ട. സുധീഷ് ഇന്ന് വരെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞിട്ടുണ്ടോ? താൻ പറഞ്ഞിട്ടുണ്ടോ? തൻ്റെ വീട്ടിൽ തൻ്റെ കൂടപ്പിറപ്പുകൾ, തൻ്റെ ചേട്ടൻ, തൻ്റെ അച്ഛൻ, തൻ്റെ അനുജൻ, ഇവരെക്കുറിച്ച് ആരെങ്കിലും കുറിച്ച് താൻ എന്തെങ്കിലും ഒരു കാര്യം സത്യം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? തന്നെ എങ്ങനെയാണോ വിശ്വസിക്കുന്നത്? തൻ്റെ കൂടെ ഇത്രയും ഫ്രോഡ് കള്ളത്തരവും നിറഞ്ഞ തന്നെ ഞാൻ ഇനി സ്നേഹിക്കണം, തന്നെ ഞാൻ തൻ്റെ ഭാര്യയായിട്ട് ഞാൻ കഴിയണം അല്ലേ? എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ജീവിതവും തനിക്കറിയായിരുന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത്രയും പഠിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കരിയർ എനിക്ക് കൂട്ടിയെടുക്കണം. അതൊക്കെ തകിടം മറിച്ച് താൻ ഇത്രയും തൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ ഇത്രയും നീചമായ ഒരു ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായതെന്നും പറഞ്ഞ് സുധീഷിൻ്റെ ഷർട്ടയിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, തന്നോട് ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണോ ഞാൻ ചെയ്തത്? ഒരു ദയവോ ഒരു ദാക്ഷിണ്യം പോലും താൻ എന്നോട് കാണിച്ചില്ലല്ലോ. സുധീഷ് അപ്പോൾ കരയാട്ടോ. സുധീഷ് പറഞ്ഞു, അങ്ങനെ പറയില്ലേ നിധി, അങ്ങനെ പറയില്ലേ. എനിക്ക് നിധിയോട് ഒരു വൈരാഗ്യവും ദേഷ്യമൊന്നുമില്ല. ഞാൻ കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ചില കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞു. പക്ഷേ എനിക്ക് നിധിയോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രണയം അതൊരിക്കലും നിധി കള്ളമായിട്ട് പറയരുത്. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല നിധി എന്നൊക്കെ ഇങ്ങനെ സുധീഷ് കരഞ്ഞുകൊണ്ട് പറയണം കേട്ടോ. പക്ഷേ നിധി അതൊന്നും കേൾക്കാനോ ഉൾക്കൊള്ളാനോ നിന്നില്ല. എനിക്കിനി നിങ്ങളെ കാണണ്ട. എൻ്റെ കയ്യിൽ ഡൈവേഴ്സ് എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും. കാരണം നിങ്ങൾ അത്രയ്ക്കും ഒരു വെറും ഒരു ഫ്രോഡാണ് നിങ്ങളെ. എനിക്ക് നിങ്ങളെ ഇഷ്ടമേ അല്ല. എനിക്ക് ഞാൻ നിങ്ങളെ സ്നേഹിക്കണം, നിങ്ങളുടെ ഭാര്യയായിട്ട് ഞാൻ കഴിയണം. ഒരിക്കലുമില്ല എന്നൊക്കെ ഇങ്ങനെ നിധി കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട്, എന്ന് വെച്ചാൽ സുധീഷിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതാക്കി കളയാനുള്ള ഒരു ദേഷ്യത്തോടെയാണ് നിധി സംസാരിക്കുന്നത്. പക്ഷെ നിധിയുടെ വാക്കുകൾ സുധീഷിൻ്റെ നെഞ്ച് പിളർന്നു പോണ കണക്കുള്ള ഒരു ഇതായിരുന്നു. കാരണം നിധിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ സുധീഷ് തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ഇത്രയും ഫ്രോഡ് പണികൾ ചെയ്ത സുധീഷിനെ ഒരിക്കലും നിധി അക്സെപ്റ്റ് ചെയ്യാൻ ഒരുക്കല്ല. അത് മുഖത്ത് നോക്കി തന്നെ നിധി പറയുകയാണ്. അപ്പോൾ സുധീഷിന് ആകെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി.
എന്നിട്ട് നിധി പറഞ്ഞു, എൻ്റെ കണ്ണും മുന്നിൽ പോലും നിങ്ങൾ ഇനി വരരുത്, എന്നോട് മിണ്ടാൻ ശ്രമിക്കരുത്, എനിക്ക് അത്രയ്ക്ക് വെറുപ്പാണ് നിങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഭയങ്കര ഹാർഡായിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ എനിക്ക് ഒരു ജീവിതം ഉണ്ടെങ്കിൽ കൂടെ ഞാൻ നിങ്ങളെ കൂടെ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതം ഞാൻ തീരെഴുതി തരില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടോ. നിധി പ്ലീസ് നിധി എന്നോട് ഇത്രയും ഇതായിട്ട് സംസാരിക്കില്ല നിധി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സുധീഷ് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. പക്ഷേ നിധി അതൊന്നും ഉൾക്കൊള്ളാനോ കേൾക്കാനോ നിന്നില്ല. നിധിയുടെ ആ മനസ്സിൽ കിടന്ന ദേഷ്യം മുഴുവനും സുധീഷിനോട് പറഞ്ഞിട്ട് തന്നെ നിധി പോവാണ് കേട്ടോ. അപ്പോഴേക്കും നിധിയുടെ പുറകെ സുധീഷ് നിധി പ്ലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന സീനാണ്. ഫുൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മനസ്സ് തുറന്ന് ഓരോ കാര്യങ്ങൾ സുധീഷിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി കൊടുക്കുന്ന സീനാണ് നാളെ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഡയലോഗ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് കുറേ ഡയലോഗ്സ് ഉണ്ട്. നമുക്കിപ്പോൾ മൊത്തം ഡയലോഗും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഡയലോഗൊക്കെ എന്തായാലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.